ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ഫാമിലി കാറ്റഗിസം അവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചരിത്ര പുരുഷനായ മിശിഹായെക്കുറിച്ചാണ്. നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ഒത്തിരിയേറെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും അതുപോലെ അക്രൈസ്തവമായിട്ടുള്ള ഒത്തിരിയേറെ പ്രക്ഷോഭങ്ങളുമൊക്കെ കൊടുമ്പിരി കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ ഈശോയുടെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒത്തിരിയേറെ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ചില നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിരിക്കുന്ന ചില നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളൊക്കെ ഈശോ ജീവിച്ചിരുന്നില്ല, ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊരു ഗിബൽസിയൻ തിയറിയാണ്. ഒരു നുണ അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യം അത് വീണ്ടും വീണ്ടും പറഞ്ഞ് സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമം മാത്രമാണെന്നുള്ളത് അതിന് ബദലായി നിൽക്കുന്ന അനേകം തെളിവുകൾ നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈശോ ചരിത്രത്തിൽ വന്ന് പിറന്നെന്നും കാലത്തെ രണ്ടായി പകുത്തെന്നും അതുപോലെ ഈശോയുടെ മരണത്തിനും ഉത്ഥാനത്തിനുമെല്ലാം ശേഷം ലോകത്ത് മറ്റാരെയും എഴുതപ്പെട്ടതിനേക്കാൾ കൂടുതൽ ചരിത്രരേഖകളും മറ്റു കാര്യങ്ങളുമെല്ലാം ഈശോയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വളരെ വസ്തുതാപരമായ കാര്യമാണ്. ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചെന്നും ജീവിച്ചെന്നും മരിച്ചെന്നും ഉത്ഥാനം ചെയ്തെന്നും ഉള്ളതിൻ്റെ തെളിവുകൾ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നാമത്തേത് ക്രിസ്ത്യൻ തെളിവുകളാണ്, അല്ലെങ്കിൽ കത്തോലിക്ക ക്രൈസ്തവ തെളിവുകളാണ്. രണ്ടാമത്തേത് യഹൂദരുടെ തെളിവുകളാണ്, യഹൂദ ഗ്രന്ഥകാരന്മാരൊക്കെ ഈശോയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തേത് അന്നത്തെ സെക്കുലർ ചരിത്രകാരന്മാരൊക്കെ ഈശോയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ക്രൈസ്തവ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ക്രൈസ്തവ തെളിവുകൾ എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും വിശുദ്ധ ഗ്രന്ഥമാണ്. നമുക്കറിയാം, ബൈബിൾ എന്നാൽ ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ഗ്രന്ഥങ്ങളുടെ ഒരു സമാഹാരമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ സുവിശേഷവും ഈശോയെക്കുറിച്ചുള്ള ഓരോ ചരിത്രരേഖയാണ്. ഇതുകൂടാതെ അനേകം അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളും മറ്റു ഗ്രന്ഥങ്ങളുമെല്ലാം ഈശോയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. രണ്ടാമത്തേത് യഹൂദ ചരിത്രകാരന്മാർ ഈശോയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും പ്രസിദ്ധ യഹൂദ ചരിത്രകാരനായ ജോസഫൂസ് ഫ്ലാവിയൂസ് ആണ് ഈശോയെക്കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത്. അതുപോലെ താൽമൂദുകളിലും സെഫർ തൊലദോത്ത് യേശു എന്ന ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു റീടെല്ലിങ്ങിലുമെല്ലാം ഈശോയെക്കുറിച്ചുള്ള യഹൂദ ചരിത്രകാരന്മാരുടെ വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ജോസഫൂസ് ഫ്ലാവിയൂസിൻ്റെ ജൂയിഷ് ആൻറ്റിക്വിറ്റീസ്, അതുപോലെ ജൂയിഷ് വാർ, ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഈശോയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും ഈശോയുടെ ജീവിത രീതികളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. മൂന്നാമത്തേത് സെക്കുലർ ചരിത്രകാരന്മാർ, അതായത് അന്നത്തെ റോമൻ ചരിത്രകാരന്മാർ ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അനേകം ചരിത്രകാരന്മാർ ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്. റോമൻ ചരിത്രകാരനായ പ്ലീനി ദ യങ്ങർ, താലോസ്, സെക്സ്റ്റസ് ജൂലിയസ് ആഫ്രിക്കാനോസ്, അതുപോലെ മറ്റനേകം പേര്. ഇവരെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ, ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമുക്കിന്ന് ലഭ്യമാണ്. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഈശോ ജീവിച്ചിരുന്നുവെന്നും അവിടുന്ന് സുവിശേഷം പ്രഘോഷിച്ചു, മരിച്ചു, ഉത്ഥാനം ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം, പിന്നീട് സഭയുടെ ചരിത്രത്തിൽ, ഈ 2000 വർഷത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ചർച്ചകളിലെല്ലാം ഈശോ ജീവിച്ചിരുന്നു എന്നുള്ളത് തർക്കത്തിനതീതമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ വന്ന് അവരുടെ ചെറിയ അല്പജ്ഞാനത്തിൽ നമ്മളോട് ഈശോ ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പകച്ചു പോകാതെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും നമ്മുടെ വിശ്വാസം സമർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.